ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നാം ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്നതായ ചില ആമുഖ പാഠങ്ങളായിരുന്നു ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനഭാഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയാണ്. നാം എല്ലാവരും അറിയുന്നത് പോലെ ആദ്യത്തെ വാക്യങ്ങളിൽ കർത്താവ് ഭാഗ്യവാന്മാരെ കുറിച്ചുള്ളതായ വിശദീകരണമാണ് നമുക്ക് നൽകുന്നത്. അത് വളരെ വിശദമായിട്ട് നമുക്ക് ഓർക്കാവുന്നതാണ്. എങ്കിലും അത്ര സവിസ്തരം ചിന്തിക്കാതെ ചില സത്യങ്ങൾ ആ ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന ആ പാഠത്തിന് ഒരു തലക്കെട്ട് ഒരു ചോദ്യരൂപത്തിൽ എഴുതിക്കോളൂ. ആരാണ് ഭാഗ്യവാന്മാർ? ഈ ചോദ്യത്തിന് 9 ഉത്തരങ്ങൾ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഈ ഉത്തരങ്ങൾ നമുക്ക് മിക്കവാറും മനഃപ്പാഠമാണ്. എങ്കിലും നമ്മൾ കർത്താവ് നൽകിയ ഈ വാക്കുകളിലൂടെ രണ്ടാം വാക്യത്തിലുള്ള ആ പ്രയോഗം ഞാനൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ ഈ സത്യങ്ങളിലൂടെ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോ ഉത്തരങ്ങളും ചിന്തിക്കുമ്പോൾ നാം ഭാഗ്യവാന്മാരാണോ എന്നുള്ളതായ കാര്യം നമുക്ക് സൂക്ഷ്മതയോടെ പരിശോധിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ചില ഉത്തരങ്ങളൊക്കെ ഇതാണോ ഭാഗ്യം നമുക്ക് ഒറ്റ കേൾവിയിൽ തോന്നിപ്പോകുന്നതിന് സാധ്യതയുള്ള കാര്യമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കർത്താവ് ഇവിടെ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ശരിയായിരിക്കുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് സൂക്ഷ്മതയോടെ പരിശോധിക്കാനായിട്ട് സാധിക്കണം. അത് പരിശോധിച്ചിട്ട് കർത്താവ് പറഞ്ഞ ഉത്തരത്തോട് നമുക്ക് യോജിക്കാനായിട്ട് കഴിയാത്ത നിലയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ ഉത്തരത്തിലേക്ക് നാം യോജിക്കത്തക്കവണ്ണം നമ്മെ തന്നെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ വിശദീകരണം നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളാണ്. അപ്പോൾ ഈ സത്യങ്ങൾ അതുപോലെ വിശ്വസിച്ച് പ്രായോഗികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ദൈവാത്മാവ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ കർത്താവ് ഈ പ്രസംഗം പറയുമ്പോൾ ശിഷ്യന്മാരും പുരുഷാരവും ഈ പ്രസംഗം കേട്ടിരിക്കുമ്പോൾ അവർ വളരെ അത്ഭുതപ്പെട്ട് കാണുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതായ ചില വിലപ്പെട്ട സത്യങ്ങളാണ് നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഉദാഹരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ ഉത്തരങ്ങളും ഒന്ന് ചുരുക്കമായി ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഉത്തരം 3-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ആ വാക്യം നമുക്കെല്ലാം മനഃപ്പാഠം അറിയാമെന്നുള്ളത് കൊണ്ടും ഏറെ പരിചയമുള്ള വാക്യമാണ് എന്നുള്ളത് കൊണ്ടും ഞാനങ്ങ് പറഞ്ഞു പോകട്ടെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ കർത്താവ് ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നതായ കാര്യം
ആരാണ് ഭാഗ്യവാൻ എന്നുള്ളതായ ചോദ്യത്തിന് നൽകുന്ന ഒന്നാമത്തെ ഉത്തരം ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ അവിടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഉണ്ട്. ഈ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അത് സാധാരണ നിലയിൽ ഉൾക്കൊള്ളാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. യഹൂദൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സാമ്പത്തികമായ ഞെരുക്കവും ദാരിദ്ര്യവും ഒക്കെ അതൊരനുഗ്രഹക്കുറവായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മളിപ്പോൾ ആവർത്തന പുസ്തകമാണ് വായിക്കുന്നതെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതായ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം യഹൂദന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ അധികവും ഈ ആയുസ്സിനോട് ബന്ധപ്പെട്ട ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സാമ്പത്തികമായ നിലയിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ പൊതുവെ ഭാഗ്യഹീനരായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്, കർത്താവ് നൽകിയ ഉത്തരം അവരെ വളരെ അത്ഭുതപ്പെടുത്തി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം, ഒരാൾക്ക് പെട്ടെന്ന് സമ്പത്തൊക്കെ ഉണ്ടായാലും അതൊരു ഭാഗ്യമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം, ഈ പെട്ടെന്ന് സമ്പത്തുണ്ടാകുന്ന ഒരു വഴി നമ്മുടെ നാട്ടിലുള്ളത് ഭാഗ്യക്കുറിയാണ്. അപ്പോൾ അതിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ ഭാഗ്യക്കുറി എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ സമ്മാനം കിട്ടിയാൽ അതൊരു ഭാഗ്യമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് വലിയ സമ്മാനങ്ങളൊക്കെ ആണെങ്കിൽ അത് പത്രത്തിൽ പോലും അത് ആ വാർത്ത ഇടം പിടിക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതായൊരു കാര്യമാണ്. അപ്പോൾ ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ വഴിയിൽ ഒരു സത്യം, ഒരു ചെറിയ ദൂത് കൈമാറണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. വേദപുസ്തകത്തിൻ്റെ പൊതുവായുള്ള വീക്ഷണം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെയധികം സമ്പത്തുള്ളത് ഒരനുഗ്രഹമാണെന്നോ ഭാഗ്യമാണെന്നോ അല്ല പൊതുവേ വിശദീകരിക്കപ്പെടുന്നത്. നമുക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസം ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷേ നിങ്ങൾ സൂക്ഷ്മതയോടെ അത് വിലയിരുത്താനിടയായിട്ട് തീർന്നാൽ ഈ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമുക്കൊക്കെ പരിചയമുള്ളൊരു വേദഭാഗം ഞാനൊന്ന് പരിചയപ്പെടുത്തണം എന്ന് വിചാരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ സാധാരണയുള്ള ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതായ ഒരു വിശദീകരണം യാക്കയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യങ്ങൾ ഞാൻ തന്നെ അങ്ങ് വായിച്ച് കേൾപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്പർ പറഞ്ഞില്ലായിരുന്നല്ലേ? 30-ാം അധ്യായത്തിന് 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. വ്യാജവും ഭോഷ്കും എന്നോടകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നെന്നെ പോഷിപ്പിക്കണമേ. കാരണം അടുത്ത വാക്യത്തിലുണ്ട്, ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനോ ദരിദ്രനായിട്ട് തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു സത്യം ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഈ വാക്യങ്ങളെ ഏറെ ശ്രദ്ധിക്കാനിടയായിട്ട് തീർന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം
ഒരു ഹൗസ് വാമിങ്ങിൽ പങ്കുകൊള്ളാനിടയായിട്ട് തീർന്നു. അപ്പോൾ ആ ശുശ്രൂഷയുടെ ഒടുവിൽ ആ വീട്ടുകാരൻ നന്ദി പറയാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം ഈ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ടാണ് നന്ദി പറഞ്ഞത്. അതെനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനത്ര പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു വാചകമല്ല, എന്നാൽ അതിനെ വളരെ ചിന്തിപ്പിച്ചതായൊരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മിക്കവാറും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ വാക്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു നല്ലൊരു എക്സസൈസാണല്ലോ ഇത്. കാരണം കുടുംബ പ്രാർത്ഥനയ്ക്ക് മക്കളോടുകൂടി ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്ദേശം കുടുംബാംഗങ്ങളിലേക്ക് കൈമാറുന്നതിന് കാരണമായിട്ട് തീരാവുന്നതാണ്. സാധാരണ നിലയിൽ അധികം സമ്പത്തുണ്ടാക്കുന്ന ആളുകൾ മിടുക്കന്മാരാണ് എന്നാണല്ലോ പൊതുവെ നമ്മുടെ സമൂഹം വിലയിരുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. കുടുംബ സാഹചര്യത്തിലും ആ ചിന്തയ്ക്ക് വലിയ വ്യത്യാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയൊരു ഉൾക്കാഴ്ച അത് കൈമാറാനായിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറാനായിട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ വളരെ അനുഗ്രഹീതമായൊരു കാര്യമാണ് എന്നുള്ളതായൊരു ചിന്ത എൻ്റെ മനസ്സിനെയും ഭരിക്കാനിടയായിട്ട് തീർന്നു. ഇവിടെ നമുക്ക് 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് നോക്കിപ്പോകാവുന്നതാണ്. ആ വാക്യം നമുക്ക് നല്ല പരിചയമുള്ള വാക്യമായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുകയാണ്. അവിടെയാണ് ശരീരാഭ്യാസത്തെക്കുറിച്ചുള്ളതായ വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിക്കുന്നത്. ആ റെഫറൻസ് എഴുതിയിട്ടാൽ മതി, നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവിടെ ശരീരാഭ്യാസത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് അല്പപ്രയോജനം ഉള്ളതാണ്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, എൻ്റെ വിഷയത്തിൽ അത് ഒത്തിരി പ്രധാനപ്പെട്ടതല്ല. നമ്മൾ ധാരാളം ചിന്തിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അല്പപ്രയോജനമുള്ള കാര്യം അല്പസമയമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യത്തെ അവഗണിച്ച് ഈ കാര്യം ചെയ്യാനായിട്ട് ബന്ധപ്പെടരുത്. അങ്ങനെ ബന്ധപ്പെട്ടാൽ നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഞാനൊരു സഭയിൽ ഒത്തിരി വർഷമായല്ലോ ഈ സഭകളിലെ ബൈബിൾ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സിന് വരാറുള്ളതായൊരു പയ്യൻ, അവന് കുറച്ച് ആഴ്ചകളായിട്ട് ക്ലാസ്സിന് കാണുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ പേരൻസിനോട് ചോദിച്ചു, മോനെ കാണുന്നില്ലല്ലോ ക്ലാസ്സിന്. അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, ബ്രദറെ അവന് ഇപ്പോൾ ഈ ജിമ്മിൽ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഈ ക്ലാസ്സിൻ്റെ കറക്റ്റ് സമയത്താണ്, അപ്പോൾ അതുകൊണ്ട് അവന് വരാൻ പറ്റുന്നില്ല എന്ന് അന്ന് പറഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് കേട്ടോ. അങ്ങനെ കേൾക്കാനിടയായി തോന്നുന്നൊരു ഉത്തരം എൻ്റെ മനസ്സിൽ വരികയാണ്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്പപ്രയോജനമുള്ളൊരു കാര്യത്തിന് വേണ്ടി അധികം പ്രയോജനമുള്ളൊരു കാര്യം നമ്മൾ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. ഇനി ആ വാക്യം ഒന്നങ്ങ് വായിക്കാം, എങ്കിലും എൻ്റെ 2-ാം ഭാഗം ഒന്ന് വ്യക്തമാകുകയുള്ളൂ. ഒന്ന് വായിച്ചോളൂ. 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പോൾ ദൈവഭക്തിയുടെ അഭ്യാസം അത് വരുവാനുള്ള ആയുസ്സിലും ഈ ആയുസ്സിലും പ്രയോജനമുള്ളതാണ് എന്നുള്ളത് അവിടെ ദൈവത്തിൻ്റെ ദാസൻ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശദീകരണം കൂടാതെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ ദൈവഭക്തിക്കുള്ള അഭ്യാസം ഈ ആയുസ്സിൽ നമുക്ക് പ്രയോജനപ്പെടും, വരുവാനുള്ള ജീവിതത്തിലും നിത്യതയിലും അതിൻ്റെ പ്രയോജനം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ എന്തിനാ വാക്യം പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. ഈ വാക്യങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ആത്മീക അഭ്യാസം അത് നമുക്ക് ക്രമമായി ചെയ്യാനും നമ്മുടെ മനസ്സുകളെ ആ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഞാൻ ഈ അഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ പൊതുവെ നമ്മുടെ സമൂഹം ഈ ചിന്തയിൽ നിന്ന് വളരെ വ്യതിചലിച്ച് പോവുകയും ഭൗതികമായ
നന്മയെ പ്രധാനമായിട്ടും ലക്ഷ്യമാക്കി ആത്മീകമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ളതായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ കേട്ട സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ഈ ഒരു കാര്യം ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഈ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഒത്തിരി സമ്പത്തും വേണ്ട, സമ്പത്തുണ്ടായി അങ്ങയെ മറക്കാനായിട്ട് ഇടയായിട്ട് തീരരുത്. സമ്പത്തിന് അങ്ങനെ ഒരു അപകടമുണ്ട്. അപകടം ഉണ്ടാകാതെയും ഭക്തന്മാരൊക്കെ ഈ സമ്പത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ അപകടത്തിലേക്ക് നീങ്ങാനുള്ളതായ സാധ്യതയുണ്ട്. പിന്നെ ആ ദൈവഭക്തൻ ആഗ്രഹിക്കുന്ന കാര്യം ദാരിദ്ര്യത്തിലകപ്പെട്ട് ദൈവനാമത്തിന് അപമാനം വരുന്ന നിലയിൽ കാര്യങ്ങൾ നീങ്ങാനും ഇടയായി തീരരുത് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു മിതത്വം സൂക്ഷിക്കാനുള്ളതായ ദൈവകൃപ കർത്താവ് നൽകട്ടെ. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് നൽകുന്നൊരു പ്രബോധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ഇവിടെയും നമ്മൾ ഓർത്ത് പോകാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ഇതൊക്കെ നമ്മൾ നല്ല എക്സസൈസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ ദുർമോഹത്തിലേക്ക് വഴുതിപ്പോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്ദർഭികമായിട്ടത് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പക്ഷെ നമ്മുടെ കർത്താവ് ഇവിടെ പറഞ്ഞത് ഈ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഏത് ദാരിദ്ര്യമാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് എന്നുള്ളതായ കാര്യം ഈ വാക്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതിനൊരു ക്ലൂ ആ വാചകത്തിൻ്റെ 2-ാം ഭാഗത്ത് ഉണ്ട്. അതെന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അടുത്ത വാചകം എന്താണ്? സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ വളരെ ശ്രദ്ധേയമായ അർത്ഥം 2-ാമത്തെ വാചകത്തിൽ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൽ പോകാനുള്ള യോഗ്യതയെക്കുറിച്ച് പറയുന്ന ബന്ധത്തിലാണ് ഈ കാതലായ സത്യം നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നത്. ഞാൻ ഈ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കയായിരുന്നു, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചിന്തിക്കാനിടയായിട്ട് തീർന്നു, വിശദമായിട്ട് പഠിക്കാനിടയായിട്ട് തീർന്നു. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ ഞാനവിടെ ഓർത്തൊരു കാര്യം, നമ്മുടെ കർത്താവ് ആ പ്രാർത്ഥന, മാതൃകാ പ്രാർത്ഥന തുടങ്ങുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആത്മീക അർഹതയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്നുള്ളത് നമ്മുടെ കർത്താവ് ആ പ്രാർത്ഥനയുടെ ആദ്യ വാചകത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ബന്ധത്തിലേക്ക് വരാത്ത ആളുകൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഈ 2 വേദഭാഗങ്ങളും ചേർത്ത് ചിന്തിച്ചപ്പോൾ ഈ പ്രസംഗം തുടങ്ങുമ്പോഴും കർത്താവ് ആദ്യം പറയുന്നതായ കാര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ പ്രതിപാദനത്തിൽ, നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗത്തിൽ ഒക്കെ ഈ വിലപ്പെട്ട ആത്മീക അനുഭവത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും നമ്മുടെ കർത്താവ് എത്രയോ ഗൗരവമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. അതിന് കൊടുക്കുന്ന ആ പ്രാധാന്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക.
ഒരു വേദഭാവം കൂടി എൻ്റെ മനസ്സിൽ വരിക. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് പരാമർശിക്കാം. നിക്കോദേമസിനോട് കർത്താവ് സംസാരം തുടങ്ങുമ്പോൾ നിക്കോദേമസ് വളരെ ഭവ്യതയോടെ ആദരവോടുകൂടി സാധാരണ പോലെയൊരു സംസാരത്തിലാണ് തുടങ്ങുന്നത്. നീ ദൈവത്തിനടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ പറഞ്ഞാണ് സംഭാഷണം ആരംഭിക്കുന്നത്. പക്ഷെ കർത്താവ് ആദ്യം പറയുന്നത് എന്താണ്? നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ നിക്കോദേമസിനെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവിനെ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം, ഇദ്ദേഹം ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവാണ്, വാർദ്ധക്യത്തിലേക്ക് വന്നു, ഇദ്ദേഹം പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോവുകയില്ലല്ലോ എന്നുള്ളതായ ഭാരമാണ് കർത്താവിനെ ആദ്യം ഭരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഞാൻ ഈ 3 വാക്യങ്ങളും മനസ്സിൽ വെച്ച് ഒരു കാര്യം ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരാളെ സന്ധിക്കുമ്പോൾ, കാണുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ ആത്മീക ആവശ്യത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആ വ്യക്തിയോട് പങ്കിടേണ്ട സന്ദേശം പങ്കിടുവാൻ കഴിയുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആത്മാവിൻ്റെ വിടുതൽ എന്നുള്ളത്, രക്ഷ എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായി കണ്ടിരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേറൊരു ഭാഗ്യവാൻ്റെ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. 32-ാം സംഘത്തിന് 1-ാമത്തെ വാക്യം ഓർക്കണ്ടോ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഭാഗ്യവാൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെയും, ഈ കൃപയിലേക്ക്, ഈ ഭാഗ്യത്തിലേക്ക് വരാത്ത ആളുകളുടെ അവസ്ഥ എത്രയോ ഭയങ്കരമാണ് എന്നുള്ളതായ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ വലിയ ഉത്തരവാദിത്വം സുവിശേഷവൽക്കരണം എന്നുള്ളതായ ആ ചുമതലയിൽ നിർവഹിക്കാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ ആ ബന്ധത്തിൽ നൽകട്ടെ. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമാക്കുന്നത്, ഈ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വേറെ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയ 2 ആളുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ വാക്യങ്ങൾ നമുക്ക് ഒക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ വായിക്കണം എന്ന് കരുതുന്നില്ല. അപ്പോൾ ആദ്യം പരീശൻ്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നൊരു ചുങ്കക്കാരനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ റെഫറൻസ് നോട്ട് ചെയ്തിട്ടുള്ളൂ. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ആത്മീകമായ ദാരിദ്ര്യവും തൻ്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും എത്രയോ വ്യക്തമായി വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ ആത്മീക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ളതായ ശരിയായ ഉൾക്കാഴ്ചയിലേക്ക് വരിക എന്നുള്ളതാണ് സ്വർഗത്തിൽ പോകാനുള്ളതായ വളരെ പ്രധാനപ്പെട്ട യോഗ്യതയായിട്ട് ഇരിക്കുന്നത്. ആ പരീശൻ സമൂഹത്തിന് മുമ്പിൽ മാന്യനാണ്. ചുങ്കക്കാരനേക്കാളൊക്കെ എത്രയോ മാന്യനാണ്. പക്ഷേ അവൻ വന്നതുപോലെ തിരികെ പോയി. ഇവനെക്കുറിച്ച് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ കാര്യം, അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അവൻ
നീതീകരിക്കപ്പെട്ടവനായി എങ്ങോട്ട് പോയി? വീട്ടിലേക്ക് പോയി, അല്ലേ? അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അവിടെ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ അവിടെ നിന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇവനവൻ്റെ ആത്മീക ദാരിദ്ര്യത്തെ സമ്മതിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് അവനത് സമ്മതിച്ച് അവൻ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, അവൻ പറയുന്ന ആ വാക്കുകളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുമ്പോൾ, പാപിയായനോട് കരുണയുണ്ടാകണമേ എന്ന് പറയുന്നതായ ആ വാക്കുകളുടെ മൂലഭാഷയിലെ അർത്ഥം, ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീരണമേ എന്നവൻ പ്രാർത്ഥിച്ചു എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് സമ്മതിക്കുകയും ദൈവത്തിൻ്റെ ആ പ്രായശ്ചിത്തത്തിൽ ശരണപ്പെടുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ നീതീകരിക്കപ്പെട്ടവനായി അവൻ്റെ വീട്ടിലേക്ക് പോയ കാര്യമായിരിക്കാം. പക്ഷേ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, അവൻ അവൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല പോകാനുള്ള യോഗ്യത മാത്രമല്ല നേടിയത്, പിന്നെയോ അവൻ സ്വർഗീയ പിതാവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ആ അർഹതയിലേക്ക് വന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പരീക്ഷനെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പരീക്ഷന്മാരുടെ അതേ വഴിയിൽ സ്വർഗരാജ്യത്തെ നഷ്ടമാക്കി കളയുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പരീക്ഷൻ പറയുന്ന പോലെ അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നതും നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നതുമൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ദൈവം അവനിൽ പ്രസാദിക്കും, അവൻ്റെ ആത്മീയ കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതായ വളരെ തെറ്റായ ധാരണയിൽ നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ അതിൽ തന്നെ എത്രയോ മനോഹരമായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ വാക്യം വിശദീകരിക്കാനായിട്ട് ഒരു സാക്ഷിയെ കൂടി കൊണ്ടുവരികയാണ്. ആ സാക്ഷി നമുക്ക് വളരെ പരിചയമുള്ള ഒരു സാക്ഷിയാണ്. കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരിൽ ഒരാളിൽ മാനസാന്തരം ഉണ്ടായ കാര്യം നമ്മൾ സാധാരണ ഓർക്കാറുണ്ട്, സുവിശേഷം പറയുമ്പോൾ അത് പറയാറുമുണ്ട്. അവൻ്റെ വാക്കുകൾ നമുക്ക് നല്ല പരിചയമുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, നാം ഈ അനുഭവിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ന്യായമായതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിക്കൊല്ലപ്പെടുവാൻ തക്കവണ്ണം അർഹതയുള്ള ആളുകളായിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചത് എന്നുള്ളതായ കാര്യം തൻ്റെ കൂട്ടുകാരനെ കൂടെ ഉൾപ്പെടുത്തി എത്രയോ വിനയത്തോടെ അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ അനുഗ്രഹത്തിലേക്കും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കും ഒരു വ്യക്തി വരുമ്പോൾ അവൻ്റെ ആത്മീക ദാരിദ്ര്യം സമ്മതിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നാം ഇവിടെ കാണുകയാണ്. പിന്നെ നാം സാധാരണ ഓർക്കാറുള്ളത് പോലെ ആ കള്ളൻ കർത്താവിനെ കുറിച്ചൊരു നല്ല സാക്ഷ്യം പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൻ ഒരു കാര്യം കൂടെ ചെയ്തു. അത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, യേശുവേ നീ രായിത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം. അടുത്ത കള്ളൻ്റെ വാക്കുകളും അവൻ്റെ പരിഹാസവും കൂടെ ചേർത്ത് നമ്മൾ ഓർക്കുമ്പോഴാണ് ഇവരിലുണ്ടായതായ ഈ വലിയ വ്യതിയാനത്തിൻ്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം അവൻ കണ്ടു. കർത്താവിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ്, യേശുവേ നീ രായിത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ നിജസ്ഥിതി സമ്മതിച്ച് വിനയപ്പെട്ട് താഴ്മയോടെ കർത്താവിൽ ആശ്രയിക്കുന്നു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം കൃപയിലേക്ക് വന്നപ്പോൾ
സുവിശേഷത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് വന്നപ്പോൾ ഈ അനുഭവത്തിലേക്കാണ് വന്നത്. നമ്മുടെ ആത്മീക ദാരിദ്ര്യത്തെ നമ്മൾ കാണാനിടയായിട്ട് തീർന്നു. അത് ദൈവസന്നിധിയിൽ സമ്മതിക്കുവാനിടയായി തീർന്നു. നമ്മുടെ പാപങ്ങളെ നാം സമ്മതിച്ച് ഏറ്റുപറയുവാൻ ഇടയായിട്ട് തീർന്നു. അതാണ് നമ്മളെ ഈ അനുഗ്രഹീതമായ പദവിയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഇന്ന് രാത്രി സുവിശേഷത്തിൻ്റെ ഒരു ദൂത് കൈമാറട്ടെ. ഈ വാക്കുകളെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ ദാരിദ്ര്യത്തെ തിരിച്ചറിഞ്ഞ്, തങ്ങളുടെ പാപത്തിൻ്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞ്, അത് സമ്മതിച്ച് യേശുക്രിസ്തുവിനെ തൻ്റെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളാത്തവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട് എന്ന് വരികിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ ഇന്ന് രാത്രിയിൽ നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്നതാകട്ടെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായൊരു സത്യം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇനി ദൈവമക്കളായ നമുക്ക് ഉൾക്കൊള്ളാവുന്നൊരു ദൂതും കൂടി ഞാൻ ഇവിടെ നിന്ന് ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ആത്മാവിനുള്ള ദാരിദ്ര്യത്തെ നമുക്ക് കാണാനും വിശ്വാസികൾക്കത് കാണാനും തിരിച്ചറിയുവാനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഞാൻ അതിന് 2 സാക്ഷികളെ നിങ്ങളുടെ മുമ്പിൽ നിർത്താം എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള വാക്യങ്ങളിൽ ഈ വാക്യം ഒന്ന് വായിച്ചു പോകാം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 61, 62 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിലുള്ള ദാരിദ്ര്യത്തെ തിരിച്ചറിഞ്ഞ ഒരു ക്രിസ്തു ശിഷ്യനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്യം അങ്ങ് വായിച്ചാൽ മതി. പിന്നെ ഞാൻ ഒത്തിരി വിശദീകരണമൊന്നും പറയേണ്ടതായിട്ട് വരികയില്ല. കാരണം അത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഘടകമായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ ആ വാക്യം 22-ന്റെ 61, 62 വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴിക്കൂട്ട് മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. 62-ാമത്തെ വാക്യം വളരെ ചെറിയൊരു വാക്യമാണ്, പക്ഷെ എന്ത് മനോഹരമാണ് ആ വാക്യം. അവൻ പുറത്തിറങ്ങി പിന്നെ അതിദുഃഖത്തോടെ കരഞ്ഞു. അതിദുഃഖത്തോടെ കരഞ്ഞു. ഞാനിവിടെ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ കർത്താവിനെ വിട്ട് പോയത് പത്രോസ് മാത്രമാണ് ശരിക്കും. എല്ലാവരും പോയി, എല്ലാവരും നമ്മുടെ കർത്താവിനെ വിട്ടുപോയി എന്നുള്ളതായ കാര്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മറ്റൊരുമൊക്കെ ക്രമപ്പെട്ട് കാണൂട്ടോ, കാണുമല്ലോ. പക്ഷെ ഇവിടെ പത്രോസ് വിട്ടുപോയെന്ന് മാത്രമല്ല, അവൻ കർത്താവിനെ തള്ളിപ്പറയാനിടയായിട്ട് തീർന്നു. അവൻ്റെ പാപം കൂടുതൽ ഗൗരവമായിട്ട് തീർന്നു. 61-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനെ നോക്കുമ്പോൾ അവനോട് കർത്താവ് പറഞ്ഞ വാക്കുകളും മുന്നറിയിപ്പും ഒക്കെ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പക്ഷെ പത്രോസ് തൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിലുള്ള ദാരിദ്ര്യത്തെ എല്ലാ വിനയത്തോടും കൂടെ സമ്മതിച്ച്, ആ വാക്കുകളുടെ വിശേഷണം എന്ത് മനോഹരമാണ്, അതിദുഃഖത്തോടെ കരഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവമക്കളായ നമ്മൾ കുറിക്കൊള്ളേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശം ഇവിടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം പെശകുകൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം പാപങ്ങൾ സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ആത്മാവിൽ ദരിദ്രനായൊരു മനുഷ്യൻ്റെ ശരിയായ ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപത്തെ ഓർത്ത് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ അതിദുഃഖത്തോടെ കരയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായ കാര്യം വളരെ പരമാർത്ഥതയോടുകൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. എത്രയോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്,
മാനസാന്തരപ്പെടുന്നൊരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. പാപിയെക്കുറിച്ച് മാത്രമാണോ ഉണ്ടാവുകയുള്ളൂ? അല്ല. പിന്നെയോ, ഒരു ദൈവ പൈതൽ തെറ്റുമ്പോൾ ആ പാപത്തെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് സമ്മതിച്ച് യഥാസ്ഥാനപ്പെടുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ അത് എത്രയോ അധികം സന്തോഷിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. ഞാൻ പകൽ ചിന്തിക്കാത്തൊരു കാര്യം കൂടി ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ്. പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ വേറെ ഒരു ശിഷ്യന്മാർക്കും ലഭിക്കാത്തൊരു പ്രിവിലേജ് കർത്താവ് പത്രോസിന് കൊടുത്തു. പരസ്യമായിട്ട് 3 വട്ടമാണ് പത്രോസ് തള്ളി പറഞ്ഞത്. 3 വട്ടം കർത്താവ് ഒരു ചോദ്യം തന്നെ പത്രോസിനോട് ചോദിച്ച് പത്രോസിനെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ച് അവനെ പരസ്യമായിട്ട് യഥാസ്ഥാനപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. ചില ദൈവദാസന്മാർ അതിനെക്കുറിച്ച് പറയാറുണ്ട്. യോഹന്നാൻ 21-ാം അധ്യായം ഒരു അനുബന്ധ അധ്യായമാണ്. 20-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുത്ത് ഉപസംഹരിച്ചതാണ്. പക്ഷേ 21-ാമത്തെ അധ്യായം പത്രോസിന് വേണ്ടി എഴുതപ്പെട്ട അധ്യായമാണെന്ന് ചില ദൈവദാസന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. കാരണം അങ്ങനെ ഒരു പരസ്യമായ യഥാസ്ഥാനം പത്രോസിന് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലർ ഇങ്ങനെയും അഭിപ്രായപ്പെടാറുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കാനായിട്ട് പത്രോസിനെ അനുവദിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം എത്ര ദയനീയമായിട്ട് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞയാളാണ്. പക്ഷേ പരസ്യമായി കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി മറ്റെല്ലാ ശിഷ്യന്മാരെക്കാളും മുൻപിൽ നിന്നുള്ള ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണം പത്രോസിനെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം എൻ്റെ മനസ്സിൽ വരുന്നു, നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. പത്രോസ് സമർത്ഥമായ ദൈവകൃപ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇനിയും ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്ത, ഒരുപക്ഷെ കരഞ്ഞേറ്റ് പറഞ്ഞുപേക്ഷിക്കേണ്ട ചില പാപങ്ങൾ ശേഷിക്കുന്നുണ്ട് എന്ന് വരികില്ല. പ്രിയപ്പെട്ടവരെ, ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരു ഉദാഹരണം കൂടി പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ രാമംഗലം സഭയിൽ ഒരു വിസിറ്ററായ ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ സന്ദേശം ഒരർത്ഥത്തിൽ ഈ വഴിയിലൊരു ഗൈഡൻസ് കിട്ടാൻ മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളതും ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രവൃത്തിയുടെ ദിവസം 13-ാം അധ്യായത്തിൽ നിന്ന് ദാവീദിനെ കുറിച്ചാണ് അദ്ദേഹം ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ കുറിച്ചുള്ളതായ വളരെ മനോഹരമായ ഒരു പ്രസ്താവന നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദിനെ ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അപ്പോൾ എന്നിട്ട് ആ ദൈവദാസൻ വിശദീകരിച്ചായിരുന്നു, ഈ മനുഷ്യനെ ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. പക്ഷെ ഇദ്ദേഹം ഗുരുതരമായ പാപം ചെയ്ത ആളാണ്. അദ്ദേഹം വ്യഭിചാരകുറ്റം ചെയ്തിട്ടുണ്ട്, പിന്നെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണപ്പെട്ട ഗുരുതരമായ പാപം ചെയ്ത ദാവീദിനെ ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായിട്ട് കണ്ടു. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ പാപം ദാവീദ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ അല്പം കഴിഞ്ഞ് പറയാമെന്ന് വിചാരിച്ചൊരു വാചകം ഇപ്പോൾ പറയുകയാണ്. പാപത്തിൽ വീണ് തെറ്റിപ്പോയതിൽ ദാവീദ് അതിശക്തമായ മുന്നറിയിപ്പാണ്.
ആ മുന്നറിയിപ്പ് എന്തോരം വിശദമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ആ വാചകത്തിൻ്റെ രണ്ടാം ഭാഗം പറയട്ടെ. പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ടതിൽ ദാവീദ് അതിമനോഹരമായിട്ടുള്ളതായ മാതൃകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ കൃപ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുവാനിടയായിട്ട് തീർന്നത് തൻ്റെ പാപത്തിൻ്റെ ഭയാനകത കണ്ട് അത് സമ്മതിച്ച് ദൈവസന്നിധിയിൽ ക്രമപ്പെടാനായിട്ട് സാധിച്ചു. ഇത് വെളിപ്പെടുത്തുന്ന അനേക സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ 51-ാം സങ്കീർത്തനത്തിൽ ഞാനൊരു 3 വാക്യങ്ങളൊന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ്. 51-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഏറ്റവും ഗുരുതരമായ പാപത്തിൽ വീണ ശേഷം ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് നാം ഇവിടെ കാണുന്നത്. അതിൻ്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് പിന്നെ നിങ്ങൾ വീട്ടിൽ പോയി 51-ാം സങ്കീർത്തനം ഒന്ന് മുഴുവനും വായിച്ച നല്ലതാണ്. ഇതോട് ചേർത്ത് വായിക്കാവുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. 2-3 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് പോകാം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കും. അപ്പോൾ അവിടെ ദാവീദ് ദൈവസന്നിധിയിൽ തന്നെത്താൻ വിനയപ്പെടുത്തി ദൈവത്തോട് പറയുന്ന വാക്കുകൾ എത്രയോ മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. ഞാനതിൽ 3-ാം വാക്യത്തിൽ ഒരു പരാമർശം മാത്രം ഒന്ന് എടുത്തു പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ ദാവീദ് ദൈവത്തോട് പറയുന്നതായ കാര്യം, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, പിന്നെ എൻ്റെ പാപം എപ്പോഴും ആരുടെ മുമ്പിലിരിക്കുന്നു? എൻ്റെ മുമ്പിലിരിക്കുന്നു. ഇന്ന് പകരം ഈ വാക്യം ചിന്തിക്കുമ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടൊരു വാക്യമാണിത്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ പാപങ്ങളെല്ലാം ആരുടെ മുമ്പിൽ മലർന്നതും നഗ്നവുമായിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അത് ഏറ്റവും വ്യക്തമായിട്ട് ഇരിക്കുകയാണ്. അത് പ്രവൃത്തിയിൽ വന്ന പാപം മാത്രമല്ലല്ലോ, നമ്മുടെ കർത്താവ് ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തയിൽ കടന്നുപോയ പാപങ്ങൾ തന്നെ ദൈവത്തിന് മുമ്പിൽ വ്യക്തമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദാവീദ് ഇവിടെ പറയുന്നത്, എൻ്റെ പാപങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇതാണ് പ്രയാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ വന്നുപോയുള്ള പാപങ്ങൾ അത് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടോ? നാം അതിനെക്കുറിച്ച് അവബോധമുള്ളവരാണോ? ഗുരുതരമായ കുറ്റം നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം ആരോപിക്കുമ്പോഴും അത് നാം തിരിച്ചറിയാൻ കഴിയാത്തവരായിട്ട് ഇരിക്കുന്നുവോ എന്നുള്ളത് വളരെ ഗൗരവമായി ഓർക്കേണ്ടുന്നതായൊരു കാര്യമാണ്. മലാക്കി പ്രവചനത്തിൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, ഞങ്ങൾ ഏതിലാണ് നിന്നെ തോൽപ്പിച്ചത്? അതിലൊരു ഉദാഹരണം പറയാം. 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കുന്നു എന്ന് ദൈവം പ്രവാചകൻ മുഖാന്തരം ആ ജനത്തോട് പറയുകയാണ്. അപ്പോൾ ജനം തിരിച്ചു ചോദിക്കുകയാണ്, എന്താ ഞങ്ങൾ ഏതിലാണ് തോൽപ്പിക്കുന്നത്? അപ്പോൾ പ്രവാചകൻ നേരെ ഉത്തരം പറയേണ്ടി വന്നു. അവിടെ പറഞ്ഞ ഉത്തരം നമുക്കറിയാമല്ലോ, ദശാംശത്തിനും ഒരുപാട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ തോറ്റുകിടക്കുന്ന മേഖല, നമ്മൾ വീണ് കിടക്കുന്ന മേഖല നമുക്ക് കാണാൻ കഴിയാതെ പോയാൽ അതാണ് ഏറ്റവും വലിയ അപകടം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പരമാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശോധിക്കുവാനും നമ്മുടെ കുറവുകളെ കണ്ടെത്താനുമുള്ളതായ ദൈവകൃപ നമുക്കെല്ലാവർക്കും ദൈവാത്മാവ് നൽകട്ടെ. വളരെ സുപരിതമായ ഈ വാക്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്.
ആദ്യം ഞാൻ പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടി പറയുക. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇത് ഒരു വാക്യോടെ വായിച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ ഏറ്റുപറച്ചിലിൻ്റെ അടുത്തൊരു തലം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 51-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ വായിക്കാം. എന്ത് മനോഹരമായിട്ടാണ് ആ ദൈവദാസൻ തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു സങ്കീർത്തന വാക്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാപത്തെ കണ്ടെത്തി അത് ദൈവസന്നിധിയിൽ സമ്മതിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അത് സാധിക്കാത്ത ഏതെങ്കിലും പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് രാത്രിയിൽ എല്ലാ പരമാർത്ഥതയോടും കൂടെ പരിശോധിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രവൃത്തിയുടെ ദിവസം 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രസംഗമാണ് നമ്മൾ വായിക്കുന്നത്. 16 മുതലുള്ള വാക്യങ്ങളിൽ ആ പ്രസംഗമാണ് വായിക്കുന്നത്. ഞാനൊന്ന് കൂട്ടി വായിച്ചു. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദാവീദിനെ കുറിച്ച് ആ പ്രസംഗത്തിൽ എന്തു മനോഹരമായ വാക്കുകളാണ് എടുത്തു പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും നിങ്ങളും പാപത്തെ കണ്ടെത്തി അത് സമ്മതിച്ച് അതിന് പരിഹാരം വരുത്തി ക്രമപ്പെടുവാനിടയായിട്ട് തീർന്നാൽ നാം സ്വർഗത്തിൽ ഏറ്റവും സ്വീകാര്യരായിരിക്കും. 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 പരാമർശങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് ഈ ക്ലാസ് ഉപസംഹരിക്കട്ടെ. 22-ാമത്തെ വാക്യത്തിൽ 2 പരാമർശങ്ങളുണ്ട്. ദാവീദ് ദൈവത്തിന് ബോധിച്ച പുരുഷൻ ആയിരുന്നു. പിന്നെ അവിടെ ചേർത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. 23-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ മറ്റൊരു പ്രയോഗമുണ്ട്, അവൻ്റെ സന്തതിയിൽ നിന്ന് യേശു എന്ന രക്ഷിതാവ്. ഇതെല്ലാം പൗലോസ് ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, താൻ ദൈവത്തിന് ബോധിച്ച പുരുഷനായിട്ടിരുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ നമ്മുടെ കർത്താവിനെക്കുറിച്ച് സുവിശേഷം പറയുമ്പോഴൊക്കെ എന്താ പറയുന്നത്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച്. സുവിശേഷത്തിന് നിർവചനം പറയുമ്പോൾ പോലും ദാവീദിൻ്റെ പേര് നമ്മൾ ചേർത്ത് ഓർക്കുകയാണ്. കാര്യം, ഗുരുതരമായ പാപങ്ങളൊക്കെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ദാവീദ് യഥാസ്ഥാനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ രക്ഷിതാവ് മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിച്ചു എന്നുള്ളത് ദൈവകൃപയുടെ വെളിപ്പെടുത്തൽ എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ല. 36-ാമത്തെ വാക്യം നമുക്ക് നല്ല പരിചയമുണ്ട്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസൻ്റെ അന്നത്തെ പ്രസംഗത്തിൽ തന്നെ ദാവീദിനെ കുറിച്ച് എത്രയോ മനോഹരമായിട്ടുള്ള സത്യങ്ങളാണ് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ദാവീദിനെ കുറിച്ച് ചില വാക്കുകൾ പറയാൻ അവസരമുണ്ടായപ്പോൾ, അതിലൊരു പ്രകാശനം തന്നപ്പോൾ അതെനിക്കിന്ന് രാത്രിയിൽ വേറിട്ടൊരു സന്തോഷമായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എത്രയോ മനോഹരമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ആ സ്വർഗരാജ്യാനുഭവത്തിൻ്റെ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞ നാൾ എന്തൊക്കെ പാപങ്ങൾ വന്നിട്ടുണ്ട്, ആ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയോ, അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചോ? ഇന്ന് രാത്രി അത് പരിശോധിക്കാം. ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്ത പാപങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ
വെളിപ്പെടുവാനിടയായിട്ട് തീരുന്നത് അതെത്രയോ ഭയങ്കരമായിരിക്കും, എത്രയോ ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ തിരുവായ്മൊഴിഞ്ഞ ഈ വാക്കുകൾ അതിൻ്റെ എല്ലാ ആസ്വാദ്യതയിലും ഉൾക്കൊണ്ട് സുവിശേഷവൽക്കരണത്തിൽ നമുക്കുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാം. നമ്മുടെ പ്രാണപ്രിയനോട് സ്വർഗത്തിന് പ്രസാദകരമായി ഓരോ ദിവസവും ജീവിക്കുന്നതിൽ ആ വചനം പ്രയോജനപ്പെടുത്തി ജയാളികളായി ഭാഗ്യവാന്മാരായിട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.